എടാ ഇപ്പൊ എടാ പുതിയ മറ്റേ EV GTR ഒക്കെ കണ്ടാ നിങ്ങള്? ഇലക്ട്രിക് കാർസ് ഒക്കെ വന്നു കഴിഞ്ഞാ എന്റെ ആളിയ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. കറണ്ട് ബില്ല് ഓടും. അടിച്ച അണ്ണ അങ്ങനെയല്ലേ, കറണ്ട് ബില്ല് ഓടൂലേ? ഓ അണ്ണ സോളാറ്. അല്ലടാ അണ്ണ സോളാറ്. എടാ അതിന്റെ അല്ലടാ, എന്നാലും ഇലക്ട്രിക് കാർസിനെ പറ്റി ഒന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യടാ എനിക്ക് സത്യമായിട്ടും. അണ്ണ ആലോചിച്ചോ, ഇടി വെട്ടുമ്പോ ഷോക്ക് അടിച്ചു. എടാ അല്ല നീ എടാ ഈ ഓലയില്ലേ, ഓലയിലൊക്കെ ഇപ്പൊ പിള്ളേർ പാട്ടൊക്കെ ഇട്ട് പോയില്ലെങ്കിൽ ഇപ്പൊ വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി പിള്ളേർ പാട്ടിട്ടാ പോണേ ഇപ്പൊ. അല്ലെ ഞാൻ പറഞ്ഞു, നീ വഴി കൂടെ നടന്നു പോവാണെങ്കിൽ ഈ സാധനം ഒന്നും വരുന്ന അറിയത്തോലും ഇല്ല, നെഞ്ചത്തൂടെ കേറും. ഇപ്പൊ പിള്ളേർ ഇവിടെ കോളേജ് പിള്ളേരൊക്കെ ഇവിടെ മറ്റേ പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്താണ് പോണേ. അപ്പൊ ഇങ്ങനെയല്ലേ മറ്റേ ഇടിയൊക്കെ വെട്ടുമ്പോ അതിന്റെ അകത്ത് മറ്റേ ഷോക്ക് അടിച്ച് ചത്ത് അങ്ങനൊന്നും ഇല്ലല്ലേ? എടാ നീ എന്തൊക്കെ ദുരന്തോ പറയണ സിനിമനെ. പക്ഷെ അത് മഴ പെയ്താലോ? അല്ല ഇപ്പോഴേ ഇടി വെട്ടുമ്പോ ഇലക്ട്രോണിക് ഇതായിട്ടുള്ള ഫോൺ ഉപയോഗിച്ചാൽ പ്രശ്നമാണെന്ന് പറയണത് പോലെ ഇലക്ട്രിക് വണ്ടിക്കകത്തിരിക്കുന്നതും പ്രശ്നമായിരിക്കത്തില്ലേ സുനിമോനെ? അതാ ഞാൻ ചോദിക്കണേ, അതിന് പറ്റൂലേന്ന്. സുനിമോൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. നോക്കുമ്പോ വണ്ടിക്കകത്ത് എന്റെ ചോദ്യം, ഇടി വെട്ടുമ്പോ ഇലക്ട്രിക് വണ്ടി പൊട്ടിത്തെറിക്കുവോ? അല്ലെ ഇലക്ട്രിക് വണ്ടിയിൽ ഷോക്ക് എടുക്കുവോ? ആയതുകൊണ്ട് റബ്ബറിന്റെ ചെരുപ്പിട്ടാ മതിന്ന്. എഡ്യൂക്കേഷൻ ഇല്ലെന്ന്. ഇലക്ട്രിക് ഷീൽഡിംഗ് ഉണ്ട് ആണല്ലേ? ടയർ അപ്പൊ ഞാൻ പറഞ്ഞാല് ടയർ റബ്ബർ അല്ലടാ മണ്ട, അതിനെന്തിനാണ് ചെരുപ്പിടേ? നീ റബ്ബർ താഴെയല്ലേ, വണ്ടി മുകളിലല്ലേ? ആദ്യം ഇടി വരുന്ന മുകളിലായിരിക്കൂലേ? പിന്നെ റബ്ബറിന്റെ ഷഡ്ഡിയും വിടറാ നീ. കാല ചെരുപ്പിട്ടാലും തലയല്ലേ ഏറ്റവും മുകളിൽ, ചന്തിയാണോ മേളിലിരിക്കുന്നത്? അത് ശരിയാ. പിന്നെ കാല റബ്ബറിന്റെ ചെരുപ്പിട്ടാന്ന് പറയണ എന്ത് ലോജിക്കാണ്? അത് ശരിയാണല്ല. ബുദ്ധി ഇല്ലാത്ത മരുന്നത്, എഡ്യൂക്കേഷൻ ഇല്ല. കാസ്ട്രോയെ വിളിച്ച് ചോദിക്കേ. കാസ്ട്രോയെ വിളിച്ച് ചോദിക്കണ രാത്രിയിൽ 10:44 വിളിച്ചിട്ട് ചോദിക്കാം ഇടി വെട്ടുമ്പം ഷോക്ക് അടിക്കുമോന്ന്. വല്ലാത്ത പ്രശ്നമൊക്കെയാണ് ഇവനെ. വിളിച്ച് ചോദിക്കാം, ഞാൻ വിളിച്ച് ചോദിക്കാം പ്രശ്നമൊക്കെ തീർക്കട്ടെ. ഹലോ ഹലോ കാസ്ട്രോ, എടാ ഇടി വെട്ടുമ്പോഴേ ഇലക്ട്രിക് കാറിൽ ഷോക്ക് അടിക്കുവോ? ഇടി വെട്ടുമ്പോ ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല. അല്ല ഈ കയ്യില് ഫോൺ പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഈ പറയണത് പോലെ നമ്മൾ ഇടി വെട്ടുമ്പോ ഇലക്ട്രോണിക് സാധനം ഉപയോഗിച്ചുകൂടാന്ന് പറയണത് പോലെ ഇടി വെട്ടുന്ന സമയത്ത് ഇലക്ട്രിക് കാറിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഷോറൂമിൽ നിന്നല്ലോ? ഞാൻ സത്യം പറയട്ടെ, പണ്ട് നമ്മള് മറ്റേ ഈ ഫോണിൽ കളിക്കാണ്ടിരിക്കാനേ ഇങ്ങനെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ഫോൺ കളിച്ചിരിക്കുമ്പോ ശരിക്കും അങ്ങനെ പൊട്ടി കൈ ഒന്നും പറ്റൂല. ഫോൺ കളിച്ചാലും ശരിക്കും ഇടി വെട്ടുന്ന സമയത്ത് ഫോൺ എടുത്താലും ഒന്നും പറ്റൂലേ? ഫോൺ സംസാരിക്കുമ്പോ അപ്പൊ അതേപോലെ തന്നെ കാറിൽ ഉപയോഗിച്ചാലും ഒന്നും പറ്റൂല. എന്റെ വെല്ലിപ്പ ചത്തത് അങ്ങനെയാണ്. വീഡിയോ കിട്ടുമ്പോ പുറത്തു പോയിട്ട് ഫോൺ യൂസ് ചെയ്യരുത്. ഇവിടെ ചാറ്റിൽ ഒരുസം പറഞ്ഞ അവന്റെ വെല്ലിപ്പ ചത്തു അങ്ങനെയാണെന്ന്. ഓക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്റെ വെല്ലുമ്പ